കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുവരെ നമുക്ക് ഒരു ഷോപ്പിൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഓഫർ റീചാർജുകളാണ് ഈ യൂട്യൂബ് ചാനൽ വഴി ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ആളുകൾക്കും ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന അതുപോലെ റീചാർജ് ചെയ്ത് കൊടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പം എന്താണ് ഈ വ്യത്യാസം? പല DTHൽ നിന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സൺ ഡയറക്റ്റിൻ്റെ ബോക്സ് തന്നെ ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ മലയാളത്തിലെ സാധാ SD ചാനലുകൾ, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന SD ചാനലുകൾ ഭൂരിപക്ഷം ആളുകൾ കാണുന്ന, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകൾ കാണുന്ന SD പാക്കേജ്, മലയാളം മാത്രമുള്ള പാക്കേജ് മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള DTH, ടാറ്റ പ്ലേ, എയർടെൽ ഡിജിറ്റൽ TV, D2H, ഡിഷ് TV, D2H എന്നീ തുടങ്ങിയ 4 കമ്പനികളിൽ നിന്ന് നമുക്ക് സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വെറും ഒരു മാസം മലയാളം മാത്രം റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 60 രൂപ വരെ കുറവാണ് സൺ ഡയറക്റ്റിന്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിലവിൽ നമുക്ക് സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 170 രൂപയെ ആവശ്യമുള്ളൂ. മലയാളത്തിലെ എല്ലാ ചാനലും 170 രൂപക്ക് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. മലയാളത്തിലെ SD പാക്കേജാണ്. പക്ഷേ ടാറ്റ പ്ലേ ആണെങ്കിൽ 229 രൂപ, ഡിഷ് TV ആണെങ്കിൽ 229, D2H ആണെങ്കിൽ 229, എയർടെൽ ഡിജിറ്റൽ TV ആണെങ്കിൽ നിലവിൽ 224 രൂപ. കട്ടായിട്ട് ചെയ്ത 2 ദിവസം അതിലും അവർ കുറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ പറ്റി ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ മറ്റുള്ള കമ്പനികളുടെ ഒരു മാസം മലയാളം പാക്കേജിന് ഇത്രയും പൈസ അധികം എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ എയർടെൽ ഡിജിറ്റൽ TV ഒക്കെ അല്ലെങ്കിൽ ടാറ്റ പ്ലേ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മാസത്തേക്ക് 229 രൂപ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെറും 170 രൂപയെ സൺ ഡയറക്റ്റ് അതേ ചാനലുകൾ ഒരു മാസത്തേക്ക് ഈടാക്കുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. കാരണം ഈ എമൗണ്ട് വെച്ച് നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 170 രൂപക്കൊന്നും സണ്ണിൻ്റെ റീചാർജ് ഷോപ്പുകാർ ചെയ്തു തരില്ല. അത് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഈ യൂട്യൂബ് വഴി DTH സെയിൽ ചെയ്യുന്ന അല്ലെ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ആളുകളെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഒരു മാസം ഞാനിപ്പോൾ ഒരു 300-400 ആളുകൾക്ക് യൂട്യൂബ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൺ ഡയറക്റ്റ് തന്നെയാണ് ഭൂരിപക്ഷം ആളുകൾ റീചാർജ് ചെയ്യുന്നത്. 170 രൂപക്കാണ് മലയാളത്തിലെ എല്ലാ ചാനലും ഞാൻ മന്ത്ലി ചെയ്ത് കൊടുക്കുന്നത്. അത് സൺ ഡയറക്റ്റ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അത് സൺ ഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ 240ഉം 230ഉം ഒക്കെയാണ് പല ഷോപ്പുകാരും ഈ ഒരു മാസത്തെ 170 രൂപയുടെ പാക്കേജിന് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിലും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ അതിലൂടെ ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് എമൗണ്ട് ഇപ്പോൾ അയച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതി ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ, സൺ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരോ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുന്നത് അവർക്ക് ഒരു മാസം 60 രൂപയോളം ലാഭം തരുന്നൊരു പാക്കേജാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള DTH ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചാനൽ കാണുന്നത്, ഇപ്പം മലയാളം ഫുള്ള് കാണുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ മാസം 59 അല്ലെങ്കിൽ 60 രൂപ കുറവാണ് സൺ ഡയറക്റ്റിൽ ഫുൾ മലയാളം എടുത്താൽ. അപ്പോൾ അതൊന്നും പലർക്കും അറിയില്ല. ഈ ഡിഷ് TV, D2H ഒക്കെ ഉപയോഗിക്കുന്ന ആൾ 229 രൂപ വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത്. പക്ഷെ വലിയൊരു നഷ്ടം തന്നെയാണ് ആ ഒരു എമൗണ്ട്. അതുമാത്രമല്ല, ഇപ്പം നിലവിൽ നമുക്കറിയാം ഈ സ്റ്റാറിൻ്റെ പോലുള്ള HD ചാനലുകൾക്ക്, ഏഷ്യാനെറ്റ് പോലുള്ള HD ചാനലുകൾക്ക് 22 രൂപയിൽ നിന്നും 25.96 മാറിയിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് 80 ചാനലുകളൊക്കെ 12 രൂപയിൽ നിന്നും 22 രൂപയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലെ SD ചാനലുകൾക്ക് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മറ്റുള്ള എല്ലാ DTHും സണ്ണിനെ അപേക്ഷിച്ച്, മറ്റുള്ള സണ്ണൊഴിച്ച് ബാക്കി എല്ലാ DTHും ആ പേരും പറഞ്ഞ് 10-20 രൂപയും മന്ത്ലി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തായാലും മെസ്സേജ് വന്നിട്ടുണ്ടാവും. അവർ റീചാർജ് ചെയ്യാത്ത ആളുകൾ ഇനി ഷോപ്പിലേക്ക് പോയി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എമൗണ്ട് കൂടിയതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സൺ ഡയറക്റ്റ് അന്നും ഇന്നും എന്നും ചെറിയ എമൗണ്ടിലാണ് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടും സണ്ണിൽ ഒരു മാറ്റവും ഇതിൽ വന്നിട്ടില്ല.
സണ്ണിൽ പൈസ കുറഞ്ഞ് വരിക എന്നല്ലാതെ നിലവിൽ കൂടുന്നതായിട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും ഇന്ത്യയിൽ ഒരു നിയമമാണ്, എല്ലാ DTHനും ഒരേ നിയമമാണ്. പക്ഷേ മറ്റുള്ള DTH ഓരോ ദിവസവും പല കാരണങ്ങളും പറഞ്ഞ് പൈസ കൂട്ടുമ്പോൾ സൺ ഡയറക്റ്റ് കൂട്ടുന്നില്ല. ഞാനൊരു ടെക്നീഷ്യനാണ്, ഞാൻ എല്ലാ DTHും ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 എയർടെൽ ഡിജിറ്റൽ TV-യുടെ പുതിയ കണക്ഷൻ കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ആളുകൾക്ക് താല്പര്യമുള്ള കണക്ഷൻ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഇത് മനസ്സിലാവാതെ പല ആളുകളും ഉപയോഗിക്കുന്ന DTH വളരെ പൈസ കയ്യിൽ നിന്നും പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഡിഷ് ആൻറ്റിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് DTHയിലേക്കും നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതിനു വേണ്ടി ഡിഷ് ആൻറ്റിനയും മറ്റുള്ള സംഭവങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. സണ്ണിൻ്റെ ഇതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, സൺ ഡയറക്റ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ സണ്ണിൻ്റെ ബോക്സ് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. സണ്ണിൻ്റെ ബോക്സ് മാത്രം വാങ്ങി ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെറിയ പൈസക്കൊക്കെ റീചാർജ് ചെയ്ത് പോകാവുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ NCF പാക്ക് വെറും 59 രൂപ മാത്രമാണ് സൺ ഡയറക്റ്റ് ഈടാക്കുന്നത്. ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള എല്ലാ ചാനലും കാണാൻ വേണ്ടിയിട്ട് വെറും 59 രൂപ റീചാർജ് ചെയ്താൽ മതി. HD ബോക്സ് ആണെങ്കിൽ മഴവിൽ മനോരമ HD വരെ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആണ്. ഏഷ്യനെറ്റിന് നിലവിൽ 25 രൂപ 96 പൈസയാണെങ്കിൽ HDക്കാണ് പറയുന്നത്. സൺ ഡയറക്റ്റിൽ ഇപ്പോഴും 22 രൂപക്ക് തന്നെയാണ് സൺ ഡയറക്റ്റ് നെറ്റ്വർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൺ ഡയറക്റ്റ് വർക്കിൻ്റെ ഒരാളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിലവിൽ ഞങ്ങളുടെ DTHയിലുള്ള ഒരു 100 ബോക്സ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ 90 ബോക്സും റീചാർജ് ചെയ്ത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള DTHനെ അപേക്ഷിച്ച് പൈസ കുറവായതുകൊണ്ട് എല്ലാവരും റീചാർജ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള DTH 100 ബോക്സ് കൊടുത്താൽ 60 അല്ലെ 40 ആളുകളെ റീചാർജ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ സ്റ്റോപ്പായി നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലാഭമുണ്ട്. ഞങ്ങൾ ചെറിയ ലാഭം എടുത്തിട്ട് കൂടുതൽ കണക്ഷൻ കൊടുക്കുന്നു, അവർ കൂടുതൽ ലാഭം എടുത്തിട്ട് കുറച്ച് കണക്ഷൻ കൊടുക്കുന്നു. ആ രീതിയിലാണ് നിലവിൽ പോകുന്നത്. അപ്പം കസ്റ്റമർ ബേസ് സണ്ണിന് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു രീതിയാണ് സൺ നെറ്റ്വർക്കിന് എന്നും തുടങ്ങി അന്ന് മുതലും ഇന്ന് വരെ നിലവിലുള്ളത്. ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം സൺ നെറ്റ്വർക്ക് ഭാവിയിൽ എമൗണ്ട് കൂട്ടുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിലവിലെ അവസ്ഥയിൽ സണ്ണിന് വളരെ പൈസ കുറവാണ്. സണ്ണിൻ്റെ പുതിയ ബോക്സ് വാങ്ങിയാൽ തന്നെ ഒരു മാസം ഫ്രീയോട് കൂടിയിട്ട് നിങ്ങൾക്ക് 899 രൂപക്ക് ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലയിലും വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ കയ്യിൽ നിന്ന് ഒരു പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം സൺ നെറ്റ്വർക്ക് മാത്രം 1000-ൻ്റെ മുകളിൽ ബോക്സ് ഞാൻ പല ഏരിയകളിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും കൊടുത്തിട്ടുണ്ട്. ഇന്നും ഓൾറെഡി 3-4 ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ന്യൂസ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിങ്ങനെ കോൺടാക്റ്റ് വരുന്നത്. പലർക്കും അറിയാത്തത് കൊണ്ടാണ്. ഇത് എന്താണ് ഇത്രയും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും സംശയമാണ്. 60 രൂപയ്ക്ക് ഒരു മാസം റീചാർജ് സണ്ണിന് കുറച്ച് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ള DTH ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഈ 60 രൂപയൊക്കെ GST അടക്കം കൂട്ടിയാലും 10-15 രൂപയിലേക്ക് കൂടും എന്നുള്ള ചിന്തയാണ് പലർക്കും. പക്ഷേ 60 രൂപയുടെ അടുത്ത് 50-ഉം 60-ൻ്റെ ഉള്ളിൽ തന്നെയാണ് എമൗണ്ട് കൂടുതൽ. അങ്ങനെയുള്ള സംശയമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ജില്ലയിൽ വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് ഞാൻ എത്തിച്ചേരും. ആ ഡയറക്ഷൻ മാറ്റി ഏത് DTH നിന്നും സണ്ണിലേക്ക് ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിത്തരും. അതിൻ്റെ ചാർജ് മാത്രം അവർക്ക് കൊടുത്താൽ മതി. ബോക്സിനും പൈസ കുറവാണ്. 1 കൊല്ലം വാറൻറ്റിയും കിട്ടും. ബോക്സ് HD ബോക്സാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ HD ബോക്സാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. HD ബോക്സ് നിങ്ങൾ കാണുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ചാനലുകൾ മാറ്റാനും എഡിറ്റ് ചെയ്യാനുമൊക്കെ എളുപ്പമുള്ള ബോക്സുമാണ്. സിമ്പിൾ സോഫ്റ്റ്വെയർ എന്നാണ് ഈ ബോക്സിന് പറയാറുള്ളത്. പിന്നെ റെക്കോർഡിങ് ഫ്രീ ആണ്. ഈ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് 1 രൂപ കൊടുക്കേണ്ട. പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നിങ്ങൾ കാണുന്ന പ്രോഗ്രാമുകൾ ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ 16 GB വരെയുള്ള പെൻഡ്രൈവാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് പരമാവധി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം ജസ്റ്റ് ഞാനൊരു ബോക്സിൻ്റെ ഫോട്ടോ വെച്ച് കാണിക്കുന്നതെന്ന് പറയുന്ന കാരണം അത്രയും ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സൺ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഇത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് ചെറിയ പൈസ കൊടുത്ത് റീചാർജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മറ്റുള്ള DTH ഉപയോഗിക്കുന്ന ആളുകൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ടെക്നീഷ്യനാണ്. എല്ലാ DTHൻ്റെ സർവീസ് പുതിയ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യുന്ന ആളാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ നെറ്റ്വർക്ക് വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. സംശയമുള്ള ആളുകൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം സൺ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്യുക. വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ ഓഫറിലേക്ക് മാറാൻ സാധിക്കും. ഇപ്പോഴും സൺ നെറ്റ്വർക്ക് പലരും 220 230 ഒക്കെയാണ്, 260 രൂപ ഒക്കെയാണ് റീചാർജ് ചെയ്യുന്നത്. പല ഷോപ്പുകളിൽ പോയാലും മലയാളം കാണുന്ന ആളുകൾക്ക് മാത്രം. പക്ഷെങ്കിൽ വെറും 170 രൂപയേ വേണ്ടൂ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഗൂഗിൾ പേ നമ്പർ തരും. അതിലേക്ക് എമൗണ്ട് അയച്ചാൽ ആ സ്പോട്ടിൽ തന്നെ ഞാൻ റീചാർജ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു.